ഈസലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് വരുത്തി കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് ഇടപെട്ടൊരു ചിന്ത മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25, 26, 27 ഭാഗങ്ങളിൽ വായിക്കുന്നു. ശിഷ്യന്മാർ കടൽ കൂടെ പടകിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ തനിച്ചായിരുന്നു. യേശു കർത്താവ് അവരുടെ കൂടെ ആ സമയത്തില്ലായിരുന്നു. അവർ രാത്രിയുടെ 4-ാം യാമമായപ്പോൾ അവർക്ക് പടകിനെതിരെ നടന്നു വരുന്നൊരു രൂപം കണ്ടിട്ട് അതവർ പേടിച്ചു പോവുകയാണ്. അത് യേശു ആണെന്ന് തിരിച്ചറിയാതെ അവരാരാണെന്നറിയാതെ പെട്ടെന്ന് പേടിച്ചു പോകുന്നൊരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടാകുകയാണ്. ആ സമയത്ത് കർത്താവ് അവരോട് പറയുന്നൊരു വാക്കാണ്, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തും പല മേഖലകളിലും നമ്മൾ ഭയപ്പെട്ട് ധൈര്യം ക്ഷയിച്ചു പോകുന്ന പല മേഖലകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്ങനെയാ മുമ്പോട്ട് കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വരും. ആ സമയത്തും കർത്താവിൻ്റെ വചനം ഇന്ന് പകൽക്കാലം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവ് ഇന്ന് സംസാരിക്കുക, ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, പേടിക്കണ്ട എന്ന്. ഓക്കെ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാരപ്പെടുന്ന ഏത് വിഷയത്തിനകത്തായാലും യേശു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക, പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യപ്പെടാൻ. ആ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് വലിയൊരു ബലം നൽകും. ആ ധൈര്യപ്പെടുന്ന സമയത്ത് തന്നെ, ആ സംസാരിക്കുന്ന സമയത്ത് തന്നെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞത് യേശു കർത്താവാണെന്ന്. ആ സമയത്ത് പത്രോസ് പെട്ടെന്ന് പറയുക, ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വെള്ളത്തിന്മീതെ നടന്നു വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി ഇറങ്ങിയ അപ്പോഴുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് ചാടി ഇറങ്ങുന്ന ആ മേഖലയിൽ പകുതി വഴി എത്തുമ്പോൾ കാറ്റ് പ്രതികൂലമായി ആ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുക. കാറ്റിനെ നോക്കി, ശക്തിയായി അടിക്കുന്ന കാറ്റിനെ ശ്രദ്ധിച്ചു. ആദ്യം നോക്കി ഇറങ്ങിയത് കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കി ഇറങ്ങിയത്, ധൈര്യമായിട്ടാണ് ഇറങ്ങിയത്, ആ വാക്ക് കേട്ട് ധൈര്യപ്പെട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പകുതി വഴി ചെന്നപ്പോഴാ കാറ്റ് ശക്തമായി അടിക്കുന്നത് കണ്ടതും തിരമാലകൾ പ്രതികൂലമായി അടിക്കുന്നത് കണ്ടത്. പക്ഷെ ആ സമയത്ത് പത്രോസിൻ്റെ ധൈര്യം മുഴുവനും ചോർന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ്? പത്രോസ് പ്രതികൂലത്തെ നോക്കി. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ധൈര്യപ്പെട്ട് ബലപ്പെട്ടൊക്കെ നമ്മൾ ഇറങ്ങും. പക്ഷെ പകുതി വഴിക്ക് ചെല്ലുമ്പോൾ നമുക്ക് ചില പ്രതികൂലങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രതികൂലത്തെ വലുതായി കാണും, അല്ലേ? പലപ്പോഴും മുൻപിൽ നിൽക്കുന്ന ദൈവത്തെ വലുതായി കാണാതെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലത്തെ വലുതായി കാണും. ആ പ്രതികൂലത്തിലേക്ക് നോക്കി ഭയപ്പെടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ വരും. അവിടെ പത്രോസിന് പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റാതെ അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസരത്തിൽ കർത്താവ് പെട്ടെന്ന് കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയുന്ന അല്പവിശ്വാസി എന്ന് വിളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖം കണ്ടും വചനത്തിൻ്റെ ശബ്ദം കേട്ടും നമ്മൾ മുൻപോട്ട് ഇറങ്ങും. പക്ഷേ ചില പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടും. ദൈവമക്കളെ, നിങ്ങൾ മുൻപോട്ട് പോകാൻ അധൈര്യപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രതികൂലങ്ങളെ നോക്കണ്ട, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് യാത്ര തിരിക്കുക. നിങ്ങളുടെ പ്രതികൂലത്തിനകത്ത് നിങ്ങളെ താങ്ങുവാൻ ശക്തനായൊരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ധൈര്യമായി മുൻപോട്ട് പോവുക. പ്രതികൂലത്തെ നോക്കരുത്. മുൻപിൽ നിൽക്കുന്ന ധൈര്യം തരുന്ന കർത്താവിൻ്റെ മുഖം നോക്കി യാത്ര ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ഭയം കൂടാതെ ധൈര്യപൂർവ്വം എത്തിച്ചെല്ലാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.